കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കുവാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശ്വാസക്കപ്പൽ തകരുന്ന അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയം എന്ന് പറയുന്നത് ഒരു ജീവിതമായിട്ടല്ല, പകരം ആത്മീയം എന്ന് പറയുന്നത് ഒരു അഭിനയ കലയായിട്ട് അല്ലെങ്കിൽ അഭിനയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഒരു കാലത്ത് വിശ്വസ്തയോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ കർത്താവിനെ സേവിച്ചാരാധിച്ച പലരും അവരോ അവരുടെ തലമുറകളോ ആ വഴിയിൽ നിന്ന് ആ പാതയിൽ നിന്ന് മാറി സ്തോത്രം ലോകത്തിന് ചേർന്ന് നടക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേർന്ന് നടക്കുന്ന രീതിയിൽ അവരുടെ വഴികൾ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിനകത്ത് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന പലർക്കുമുള്ള ഒരു ആശങ്കയാണ് വീഴുന്നവരുടെ എണ്ണം കൂടുന്നല്ലോ സ്തോത്രം. അല്ലെങ്കിൽ വീഴുന്നവരുടെ ആ ഒരു വിഷയത്തിനകത്ത് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി. ഒരാൾ വീഴുന്നതിന് അകത്തോ നിൽക്കുന്നതിനകത്തോ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. കാര്യം ഈ വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചത് എന്താണ്? വീഴുന്നതെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് സ്വന്തം യജമാനൻ അത്രേ. എന്നാൽ സ്തോത്രം നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പം അവനവരുടെ നിലനിൽപ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ നിൽക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമ്മൾ പ്രാപിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടിലും ലോകത്തിന് ചേർന്ന് നടക്കാതെ ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇനി പാപത്തിൽ വീഴുന്ന അനേകരെ നമുക്ക് ഈ കാലത്ത് കാണുവാൻ തക്കവണ്ണം കഴിയല്ലേ. ഒരു കാലത്ത് നമ്മളൊക്കെ പാടിയ ഒരു പാട്ടാണ് ഭക്തന്മാരും ശക്തന്മാരും വീണി പോർക്കളത്തിൽ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ. അക്കാലത്ത് അത് വലിയ പ്രസക്തമല്ലെങ്കിലും ഇക്കാലത്ത് അത് പ്രസക്തമായി മാറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. കാര്യം വീഴുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പലപ്പോഴും പലരും ഈ പറഞ്ഞതുപോലെ പ്രസംഗിച്ചോ പാട്ടുപാടിയോ സാക്ഷ്യം പറഞ്ഞോ ബൈബിള് വായിച്ചോ പ്രാർത്ഥിച്ചോ ഒക്കെ ഇങ്ങനെ പുറമേയുള്ളതിനെ കാട്ടി നിൽക്കുന്നു എന്നതിനേക്കാൾ കവിഞ്ഞ് ആഴമായ ഒരു ക്രിസ്തീയ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗം. നിൽക്കുമാറാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ വീഴാതെ അവസാനത്തോളം നിൽക്കുവാൻ കർത്താവ് നമുക്ക് കരുണ കാണിക്കും. ദൈവത്തിൻ്റെ ദയ അതിനകത്ത് നമുക്കായി വെളിപ്പെട്ടു വരും. യൂദായുടെ ലേഖനം പഠിപ്പിക്കുന്നത് പോലെ തിരുവചനം ഇങ്ങനെ പറയുന്നു: വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ വീഴാതെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ആ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചെറുകടിയിൽ മറച്ചാലും അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. വഴികൾ, വാതിലുകൾ, ഉറവുകൾ ദൈവം തുറക്കണം. അന്ത്യത്തോളം അവിടെ ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.